ഈ കഴിഞ്ഞ 14-ാം തീയതി ആരംഭിച്ച ഭാരത് ജോഡോ ന്യായ യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് ഗംഭീരമായിട്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്കുള്ള പ്രയാണം ഭംഗിയായി വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് അസാമിൽ കയറിയപ്പോൾ അസാമിൻ്റെ മുഖ്യമന്ത്രി ഈ യാത്രയ്ക്ക് ഉള്ള പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു സംഘർഷഭരിതമായിട്ടുള്ള രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഭാരത് ജോഡോ ന്യായ യാത്രയെ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഏറ്റവും അവസാനം ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ കേസെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെയും ശ്രീ KC വേണുഗോപാലിനെതിരെയും മറ്റ് ചിലർക്കെതിരെയും കേസെടുത്തുകൊണ്ട് ഈ യാത്രയെ തടസ്സപ്പെടുത്താനുള്ള ഒരു ഉദ്യമത്തിലാണ് അവർ അവിടുത്തെ മുഖ്യമന്ത്രി ആസാം മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇത് ഒരിക്കലും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയോ ഈ പ്രസ്ഥാനത്തെയോ ബാധിക്കുകയില്ല. രാഹുൽ ഗാന്ധിനെ തീർത്തും ബാധിക്കുകയില്ല എന്നുള്ളത് ഒരു മുന്നറിയിപ്പ് ഞാൻ തരാൻ ഉദ്ദേശിക്കുകയാണ്. പണ്ട് ഞാൻ ഓർക്കുന്നു, ഡണ്ടി മാർച്ചിൽ മഹാത്മാഗാന്ധി നയിച്ച ഡണ്ടി മാർച്ചിൽ എത്രയോ കോൺഗ്രസ്സുകാരെയാണ് തല്ലി തകർത്തത്. എങ്കിലും ഏറ്റവും വിജയകരമായിട്ട് അത് പൂർത്തിയായി. അതേപോലെ തന്നെ കേസെടുത്തുകൊണ്ട് തല്ലിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അസാം സർക്കാരല്ല, കേന്ദ്ര സർക്കാർ പോലും വിചാരിച്ചാൽ, UP സർക്കാർ വിചാരിച്ചാൽ, മധ്യപ്രദേശ് സർക്കാർ വിചാരിച്ചാൽ ഈ യാത്രയെ തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ഇന്ത്യയുടെ മതേതര വികാരം ഈ യാത്രയുടെ കൂടെയാണ്. ഒരു കാരണവശാലും ഈ യാത്രയെ തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. രാഹുൽ ഗാന്ധി കൂടുതൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ. ഇന്ത്യയുടെ എല്ലാ മനസാക്ഷിയും ശ്രീ രാഹുൽ ഗാന്ധിയുടെ കൂടെയാണ്. എല്ലാ വിജയങ്ങളും നേരും, വളരെ ഭംഗിയായിട്ട് പൂർത്തിയാകും എന്നുള്ളത് ഉറപ്പാണ്. അതിന് എല്ലാ ആശംസകളും എല്ലാ വിജയങ്ങളും ഞാൻ നേരുകയാണ്, എല്ലാ പ്രാർത്ഥനകളും നേരുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.